ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് കളിക്കാൻ പോകുന്ന കളിയെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റാണ്. ഞാൻ സർവൈവൽ വേൾഡാണ് കളിക്കാൻ പോകുന്നത്. ഇതൊരു ഹാർഡ് കോർ ആവട്ടെ, നമുക്ക് കളിക്കാം. ഓക്കെ, ഒരു ഗോളുമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും മൈൻക്രാഫ്റ്റ് ബീറ്റ് ചെയ്യാനും. അപ്പോൾ ഗൈസ്, വെറുതെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കളിയിലോട്ടേക്ക് ഇറങ്ങാം. പക്ഷെ കളി ഒന്ന് ലോഡാവട്ടെ ഗൈസ്. ഇത് ലോഡാവുന്നില്ല ഗൈസ്, കുറേ മണിക്കൂർ എടുത്തു തുടങ്ങി. എനിക്കിഷ്ടമല്ല. ഇപ്പോൾ ജാവ എങ്കിൽ പെട്ടെന്ന് വരും, മറ്റൊരു സ്ക്വയറായിട്ട് ഇങ്ങനെ എഴുതിയിടുന്നത്. പക്ഷെ ഇപ്പം ഗൈസ്, പിന്നെ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഡോട്ട് പോകുന്നത്. പിന്നെ ഗൈസ്, ഞാൻ അറിഞ്ഞ് നമുക്ക് 29 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. എനിക്കൊരു മനസ്സിലായില്ല എങ്ങനെ ഗൈസ് നിങ്ങൾ എടുത്തത്. ഞാൻ അത്രയും സന്തോഷിച്ചു പോയി ഗൈസ്. എൻ്റെ പോസ്റ്റ് നിങ്ങളെല്ലാം കേട്ടു ഗൈസ്. എന്തായാലും നമ്മൾ ഫസ്റ്റ് തുടങ്ങാം. കുറച്ച് കട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ സെറ്റിങ്സൊക്കെ ഞാൻ മാറ്റി ഗൈസ്. പിന്നെ ഈ സാധനം യൂസ്ലെസ് അല്ല ഗൈസ്. ഈ എൻ്റെ ഇവിടെ കിടക്കുന്ന സാധനം യൂസ്ലെസ് അല്ല. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് ആ സാധനങ്ങൾ കിട്ടും ഗൈസ്. അങ്ങനെ എന്നൊരു ഇൻവെൻറ്റോറി നടക്കും ഗൈസ്. അതുകൊണ്ട് നല്ലൊരു സെറ്റിങ്സാണ് ഇത്. ഞാൻ ഇൻവെൻറ്റോറി നടക്കത്തേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഞാൻ പിന്നെ എനിക്ക് എൻ്റെ സ്കിന്നും ഒരു ലോഡാവത്തില്ല. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ടൈനി ടേക്ക് ഓവറാണ് കളിക്കുന്നത്. മറ്റേ പണ്ടത്തെ മന്ത്സ് ഓഫ് മേഹം അല്ല കളിക്കുന്നത്. സോ ഇതെല്ലാം കളിക്ക് തുടങ്ങാം. പിന്നെ എനിക്ക് അറിഞ്ഞത് എൻ്റെ കൈ ഇപ്പം അനങ്ങുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഷീപ്പിനെ എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ബെഡ് വെച്ചോണ്ട് ഉറങ്ങാം ഒരാൾക്ക്. നമുക്ക് ഫുഡൊക്കെ വേണം. നല്ല വേണം. 3 ഇട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ ശബ്ദമാണ് ഗൈസ്. ടൈനി ടേക്ക് പുതിയ ശബ്ദമൊക്കെ വന്നതാണ്. എനിക്കില്ല. ഇതാണ്ട് ഗൈസ്, ഇതാണ് ഞാൻ പറയുന്നത്. റാബിറ്റ് തന്നെ നല്ല ടെക്സ്ചർ വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടി പൈസ് ആക്കി മാറ്റി. മറ്റേ പണ്ടത്തെ അഗ്ലിയല്ല ഗൈസ്. സോ എന്തായാലും എനിക്ക് കുറച്ച് വുഡ് എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് സ്റ്റിക്സ് എടുത്തിട്ട് ഒരു പിക്കാക്സ് എടുത്തിട്ട് ഗൈസിന് ഈ കൺട്രോൾ കളിക്കാൻ രസമില്ല. സോ നമുക്ക് ഈ കൺട്രോൾ ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ഫുള്ളാകാം. എന്നിട്ട് നമ്മളുടെ ടച്ച് ഉണ്ടല്ലേ, ഇത് നമ്മൾ ഈ കൺട്രോൾ മോഡ് എടുക്കണം. എന്നിട്ട് ഡീപ്പാർട്ട് ടു ഇൻ്ററാക്ട് എടുക്കണം. അപ്പോഴാണ് ഗൈസ് രസം തോന്നുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. അയ്യോ ഫോക്സ് എനിക്ക് ഫോക്സിന് സേവ് ചെയ്യണം. പക്ഷെ എനിക്ക് സേവ് ചെയ്യാൻ തോന്നില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യണം ഗൈസ്. ചുമ്മാ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ഈ സാധനം ഇങ്ങനെ വെച്ചാൽ എനിക്കിനി ശല്യ സാധനം പിടിക്കുന്ന സാധനമില്ലേ. സോ എന്തായാലും നമുക്ക് നെവർ മൈൻഡ് ചെയ്യാം. നമുക്കിത് പൊട്ടിച്ച് കളയാം ഗൈസ്. എന്താ വെച്ചാൽ അതാണ് നമ്മളത്തെ ട്രെൻഡ്. എന്തായാലും നെവർ മൈൻഡ് ഗൈസ്. ഞാനിപ്പം കുറച്ച് സ്റ്റോൺ എടുക്കാൻ നോക്കുകയാണ്. സോ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് നേരെ ഒരു അയൺ കണ്ടിരിക്കുക. ഞാൻ പക്ഷേ എനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അറിഞ്ഞായിരുന്നു. അത് ഹാർഡ് കോർ അല്ലായിരുന്നു, വേൾഡാണ്. പക്ഷെ ഞാൻ ഈ സെറ്റിങ്സ് വെച്ച് കളിക്കുന്നത് പിന്നെ എനിക്ക് 2 ഇടുന്നുണ്ട്. അതിനെ നല്ല ഇതിന് സ്കിപ്പ് ചെയ്യുന്നു. സോ അല്ല, ഇതെന്ത് സ്പോൺ പോയിന്റ് ഗൈസ്. ഇതെനിക്ക് അറിഞ്ഞൂടെ. ഇത് മൾട്ടിപ്പിൾ യെസ്, അങ്ങനെയാണോ കൊച്ചുങ്ങളെ? ഗൈസിന് ഞങ്ങൾക്കിവിടെ ശല്യം ചെയ്യാൻ വേണ്ടി ഞാൻ ന്യൂബൈസാണ് മാറ്റിയിട്ട് അങ്ങനെ. അയ്യോ, പക്ഷെ നെവർ മൈൻഡ്, നമുക്കത് സ്കിപ്പ് ചെയ്യാം.
ആവശ്യമാണ്. എന്നുവെച്ചാൽ ഫുഡില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? കുറച്ച് കഴിയുമ്പോൾ ഹങ്കർ പോവും, നല്ല പാടാണ്. സോ ഹായ് കോഴി വേണ്ട ഗൈസ്, അതെനിക്കിഷ്ടമല്ല. എൻ്റെ മറ്റേ റോ മീറ്റ് വരും, ഒരു രുചിയില്ല, നമുക്ക് ഹങ്കർ കിട്ടും ഗൈസ്. പക്ഷേ പിന്നെ 29 മില്യൺ സോറി 29 സബ്സ്ക്രൈബർ കിട്ടിയതിൻ്റെ സന്തോഷം പോയിട്ടില്ല. അതുകൊണ്ട് ഗൈസ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബർ എടുക്കണം ഗൈസ്. എൻ്റെ ആഗ്രഹം വലിയ യൂട്യൂബറാണെന്നൊക്കെ ഉണ്ട്. പക്ഷേ ലോകത്ത് മാത്രം എനിക്ക് ഗൈസ് എൻ്റെ പാർട്ട് വേണം, നിങ്ങൾ കമൻറ്റും കൂടി ഇട്ടേക്ക്. സോ എനിക്ക് അയ്യോ എൻ്റെ ഫുഡ് ഉണ്ട്, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, ഫുഡ് എടുക്കാൻ നമുക്ക് സ്പ്രിൻറ്റ് ജമ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചു. ഓക്കെ, എൻ്റെ ചേട്ടൻ ഓൾറെഡി പ്രോ ആണ് മൈൻക്രാഫ്റ്റിൻ്റെ. സോ നെവർ മൈൻഡ് ഗൈസ്. ഇവനെ ഇഷ്ടപ്പെട്ടത് കുറേ ആയി. അടിച്ചില്ല, ഞാൻ അടിച്ചില്ല ഗൈസ്. ഇത് പുതിയൊരു ട്രിക്കാണ്. നിങ്ങൾ സ്നീക്ക് ആയിട്ട് ഈ സ്ഥലവും വെച്ച് വെക്കണം ഗൈസ്. ഇത് നമ്മൾ ഫോൾ ഡാമേജ് കൊടുക്കുന്നതും മറ്റേ ഇതൊക്കെ നിർത്തും ഗൈസ്. സോ നെവർ മൈൻഡ് ഗൈസ്, കുറച്ചൊരു മൈൻഡ് ചെയ്യാം ഗൈസ്. എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് ഷോർട്സാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഷോർട്സ് മുമ്പ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നില്ല ഗൈസ്. സോ ആ സബ്സ്ക്രൈബ് കൂടെ ചെയ്യും. സോ എനിക്കൊന്ന് മോളിൽ പോകണം. ഇപ്പം കുറച്ച് കല്ലുണ്ട്, അത് വെച്ച് നമുക്കൊരു സ്റ്റോൺ പിക്കപ്പ് ഉണ്ടാകും ഗൈസ്. ഇതല്ലേ യൂസ്ഫുൾ ഐറ്റം എവർ ഇൻ ദ വേൾഡ് ഓഫ് ടൈം. സോ നെവർ മൈൻഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുക. കാർപ്പറ്റ് അത് പൊട്ടയാണ്, അത് ആരെങ്കിലും ചെയ്യുന്നതൊക്കെ പറയാൻ ചെയ്യും, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ നൂബ്സ് ചെയ്യുന്നത്. അയ്യോ, ഇത് നമുക്കങ്ങ് പൊട്ടിച്ചേരാം. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ പറയണം ഗൈസ്, ഞാൻ പ്രോയാണ്, നൂബാണ് മൈൻക്രാഫ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഞാൻ PP എന്നൊക്കെ പറഞ്ഞു, ചുമ്മാ ഞാൻ പോകുന്നു. അതൊക്കെ പറഞ്ഞാണ്, നിങ്ങൾക്ക് അറിയാൻ. പക്ഷെ നെവർ മൈൻഡ് ഗൈസ്, നമുക്ക് കുറച്ച് നേരം അല്ല ഓക്കെ. അപ്പോൾ എനിക്കൊരു എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇത് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് തിന്നാം ഗൈസ്. ഓക്കെ, ഇപ്പം എനിക്ക് സ്പ്രിൻ്റ് അടിക്കാം. പക്ഷേ നെവർ മൈൻഡ്, നമുക്ക് ഇതൊക്കെയാണ് ഗൈസ് പുതിയ ടെക്സ്റ്റർ. ഇത് ടോസ്റ്റ് കണക്കുണ്ട് കേട്ടോ, നെയിംഡ് ആയതുകൊണ്ട്. കില്ലർ പണിയില്ലേ ഇത് യൂണീക്ക് ഡിസൈൻ ആയെന്നൊക്കെ പറഞ്ഞ് കേമാനൊക്കെ പറഞ്ഞു ഗൈസ്. പക്ഷെ നെവർ മൈൻഡ് ആവുമെങ്കിൽ കളിയിലോട്ട് തുടങ്ങാം. ഇത് കുഞ്ഞുപണി കുറച്ചും കൂടി ക്യൂട്ടായി മാറ്റി, എനിക്കത് നന്നായിട്ടുണ്ട്. ഇഗ്ഗീസൊക്കെ ചങ്കി വെച്ചു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ചാൽ അത് ബേബി ഫോൺ അതിന് നന്നായിട്ട് മാറ്റാൻ പൊട്ട ടെക്സ്ചർ കൊണ്ടുപോകും. ഒരു ബ്യൂട്ടിഫുൾ ടെക്സ്ചറാണ് ഇപ്പോൾ. സോ നെവർ മൈൻഡ് ഈസ്, ഇതൊക്കെ നമുക്ക് സംഭവിക്കും. പക്ഷെ നമ്മൾ നെവർ മൈൻഡ് ചെയ്യണം. എന്നാണ് ഗൈസ്, ഞാൻ നെവർ മൈൻഡ് ആയപ്പോൾ സോറി. എന്തായാലും നമുക്കിത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടാം. എന്നിട്ട് നമുക്ക് എന്തായാലും സ്പ്രിംഗ് ജമ്പ് ചെയ്ത് പോകണം ഗൈസ്. നമ്മുടെ ഹങ്കർ ബാർ പോയിട്ടുണ്ട്. പക്ഷെ നെവർ മൈൻഡ് ഈസ്, നമുക്ക് പിന്നെ കേവ് ഗൈസ്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നില്ല, എന്താ വെച്ചാൽ എൻ്റെ ഹാർഡ് കോർ വേൾഡാണ്, ഞാൻ ലോസ്റ്റ് ചെയ്യും. സോ നെവർ മൈൻഡ്, നമുക്കിനി ഒരു വീടുണ്ടാകും ഗൈസ്. എന്താ വെച്ചാൽ കൗ ഗൈസ്, എനിക്ക് കൗവിന് നല്ല ഇഷ്ടമാണ്. ഓ ഇത് എനിക്ക് പുതിയ ശബ്ദം ഇഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ അങ്ങനെയല്ലല്ലോ, അതിൻ്റെ സന്തോഷം പോയിട്ടില്ല ഗൈസ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാൻ എഗെയിൻ ഒരു സ്റ്റീവാണ്. എന്താ വെച്ചാൽ നെവർ മൈൻഡ്.
ഗൈസ് ഓക്കെ, ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് മറ്റേ ഇത് കളിക്കണമെന്ന്. പക്ഷേ മോശം സമ്മതിച്ചില്ലെങ്കിൽ ആ ദിവസം അത് ഇപ്രാവശ്യം ഞാൻ അറിയാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചുമ്മാ സ്പിയർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു കാര്യം സംഭവിച്ചു. അത് തന്നെ പിന്നെ ഞാൻ അറിഞ്ഞത് ബേബി ചിക്കൻസിനെ കണ്ടു. അത് ചിക്കൻ കണക്കാക്കി പണ്ടത്തെ നമുക്ക് വലിയ ചിക്കനിന് ചെറിയ ടെക്സ്ചറായി വെച്ചിരിക്കണ്ടല്ലേ. പിന്നെ അതിൻ്റെ സന്തോഷം പോയിട്ടില്ലേ. പക്ഷെ നെവർ മൈൻഡ്. ഹായ്, നമ്മൾ സ്ഥലമെത്തി ഫൈനലി. എനിക്ക് വിൻഡുകൾ ഇഷ്ടമല്ല. ഇവിടുത്തെ സ്കെൽട്ടൺസ് കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്താ വെച്ചാൽ അവർ മറ്റേ സ്ലോനെസ് പോയിന്റ് വരുന്നത് രാത്രി നെവർ മൈൻഡ്. എന്താന്ന് വെച്ചാൽ ഞാൻ ചില സെർവറിലൊക്കെ കാണും ഗൈസ്. എൻ്റെ കൂടെയൊക്കെ വിളിക്കണേ ലൈറ്റ്നിങ് ബ്രോ എന്നൊക്കെ പറയണേ ഗൈസ്. നീ അപ്പോഴേ സംഭവം വരുന്നത് എന്താ വെച്ചാൽ എല്ലാ യൂട്യൂബറിനെയും വിളിക്കുമ്പോഴേ അപ്പം എല്ലാവരും ഒന്ന് വിളിക്കും. അത് ആ യൂട്യൂബർ കൊണ്ട് പക്ഷെ നെവർ മൈൻഡ്. അപ്പോൾ ഗൈസ് രാവിലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും.